കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ പുതിയൊരു ദിശാബോധം നൽകാൻ പോകുന്ന ഒന്നാണോ രാഹുൽ ഗാന്ധിയുടെ വനിതാ മുഖ്യമന്ത്രി എന്ന പരാമർശം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും ജനനായകനുമായ ഉമ്മൻചാണ്ടിയുടെ കർമ്മഭൂമിയായി പുതുപ്പള്ളിയിൽ നിന്ന് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ഈ ആശയം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയൊരു ചർച്ചാ വിഷയത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക അടിത്തറ സ്ത്രീകളാണെന്നും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ അവർക്ക് കഴിയുമെന്നുമുള്ള രാഹുലിന്റെ വാക്കുകൾ വെറും ഒരു തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ UDFന്റെ തുറപ്പുചീട്ടാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. സ്ത്രീകളാണ് കേരളത്തിന്റെ ഭാവി എന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുമ്പോൾ അത് കേവലം ഒരു വാഗ്ദാനമല്ല, മറിച്ച് ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ രാഹുലിന്റെ ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പുരോഗമന കേരളം എന്ന് നാം അഭിമാനിക്കുമ്പോഴും അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ സ്ത്രീ പ്രാതിനിധ്യം ഇന്നും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. UDF ക്യാമ്പിലെ വനിതാ നേതാക്കൾ വലിയ ആവേശത്തിലാണ് ഈ പ്രസ്താവനയെ സ്വീകരിച്ചിരിക്കുന്നത്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും തൃക്കാക്കര MLA ഉമാ തോമസും ഈ നീക്കത്തെ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ബിന്ദു കൃഷ്ണ ഉറപ്പിച്ചു പറയുന്നു. രാഷ്ട്രീയ രംഗത്തെ വനിതകൾക്ക് രാഹുൽ ഗാന്ധിയുടെ ചിന്തകൾ വലിയൊരു പ്രചോദനമാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. കോൺഗ്രസ് എന്നും സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടെന്നും എന്നാൽ CPMൽ അത്തരമൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും അവർ തുറന്നടിച്ചു. ഒരു വനിതാ ജില്ലാ സെക്രട്ടറിയെ പോലും നിയമിക്കാൻ മടിക്കുന്ന പാർട്ടിയാണ് CPM എന്നും അവർ പരിഹസിച്ചു. തൃക്കാക്കരയിൽ ജനവിധി തേടുന്ന ഉമാ തോമസും ഇതേ ആവേശത്തിലാണ്. ഇന്ദിരാഗാന്ധിയെ മാതൃകയാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർമ്മിപ്പിച്ച അവർ അർഹതപ്പെട്ടവർക്ക് ലിംഗഭേദമില്ലാതെ സീറ്റ് നൽകുന്നതാണ് കോൺഗ്രസ് ശൈലിയെന്നും പ്രതികരിച്ചു. പ്രവർത്തിക്കാനുള്ള മനസ്സിനാണ് മുൻഗണനയെന്ന് അവർ വ്യക്തമാക്കുന്നു. രാഹുലിന്റെ വാക്കുകൾ ഇടതുപക്ഷ ക്യാമ്പുകളിൽ ചെറിയൊരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന ആഗ്രഹം വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം ഇടത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് KK ശൈലജയ്ക്ക് ലഭിച്ച ജനപിന്തുണയും അവർക്ക് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന് വലിയ കരുത്തായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ അവർക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന കാർഡ് ഇറക്കുന്നത് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പരോക്ഷമായ മറുപടിയായും ഈ വനിതാ മുഖ്യമന്ത്രി പ്രയോഗത്തെ കാണുന്നവരുണ്ട്. വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴും BJPക്കും കോൺഗ്രസിനും മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കോൺഗ്രസിന് ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇത്തവണ മത്സരരംഗത്തുള്ള 95 സ്ഥാനാർത്ഥികളിൽ 9 പേർ മാത്രമാണ് വനിതകൾ. ഇതിൽ ഭൂരിഭാഗം സംവരണ സീറ്റുകളിലാണെന്നത് ഒരു വലിയ പോരായ്മയായി എതിരാളികൾ ഉയർത്തിക്കാട്ടുന്നു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന വനിതകൾ ഇവരാണ്: മാനന്തവാടി ഉഷാ വിജയൻ, ഏലത്തൂർ വിദ്യാ ബാലകൃഷ്ണൻ, കോങ്ങാട് KA തുളസി, തൃക്കാക്കര ഉമാ തോമസ്, അരൂർ ഷാനിമോൾ ഉസ്മാൻ, മാവേലിക്കര മുത്തര രാജ്, കൊട്ടാരക്കര P ആയിഷ പോറ്റി, കൊല്ലം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ചിറയൻകീഴ് രമ്യ ഹരിദാസ്. ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ 4 പേർ സംവരണ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇത് ഉയർത്തിക്കാട്ടിയാണ് ഇടതുപക്ഷവും BJPയും രാഹുലിന്റെ പ്രഖ്യാപനത്തെ വിമർശിക്കുന്നത്. സീറ്റ് വിഭജനത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാതെ മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്യുന്നത് കേവലം വാക്കു മാത്രമാണെന്നാണ് അവരുടെ വാദം. എങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വനിതാ പ്രാതിനിധ്യത്തിന് പുതിയൊരു മുഖം നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും പാർലമെന്റിലെത്തിയ പ്രിയങ്കയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ അണികൾക്കിടയിൽ വലിയൊരു വികാരം രൂപപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ശേഷം കോൺഗ്രസിനെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുന്നതിനെ കുറിച്ച് പലരും സ്വപ്നം കാണുന്നു. UDF അധികാരം പിടിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി വലിയ വടംവലി തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു അപ്രതീക്ഷിതമായ മുഖം എന്ന നിലയിൽ പ്രിയങ്കയുടെ പേരോ അല്ലെങ്കിൽ മറ്റൊരു വനിതാ നേതാവിന്റെ പേരോ ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കേരളത്തിലെ വോട്ടർമാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണുള്ളത്. അവരുടെ വോട്ടുകളും നിർണായകമാണ്. കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ മറ്റ് രാഷ്ട്രീയ ബോധമുള്ള ഒരു വലിയ വനിതാ വിഭാഗവും കേരളത്തിലുണ്ട്. പെൺപുലികൾ കേരളത്തെ നയിക്കുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയായി കഴിഞ്ഞു. സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ നേടിയെടുക്കാൻ ഈ നീക്കം കോൺഗ്രസിനെ സഹായിച്ചേക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ KR ഗൗരിയമ്മയ്ക്ക് ലഭിക്കാതെ പോയ മുഖ്യമന്ത്രി പദം മറ്റൊരു വനിതയിലൂടെ കോൺഗ്രസ് കൊണ്ടുവരുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നത്തിലേക്ക് നടക്കാൻ കോൺഗ്രസിന് മുന്നിൽ നിരവധി തടസ്സങ്ങളുമുണ്ട്. ഒന്നാമത്തേത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളാണ്. പ്രമുഖരായ പുരുഷ നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്കായി വരി നിൽക്കുമ്പോൾ ഒരു വനിതയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമാകില്ല. രണ്ടാമത്തേത് സീറ്റ് വിഭജനത്തിലെ വിവേചനമാണ്. വരും തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വനിതകളെ ജനറൽ സീറ്റ്
സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകേണ്ടതുണ്ട്. എങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ഒരു വലിയ സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകുമോ അതോ മറ്റൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അവശേഷിക്കുമോ എന്ന് കാലം തെളിയിക്കും. സ്ത്രീകളുടെ കരുത്തിനെ അംഗീകരിക്കാനും അവർക്ക് അർഹമായ അധികാരം നൽകാനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന സന്ദേശമാണ് പുതുപ്പള്ളിയിൽ നിന്നും രാഹുൽ നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ പുരോഗമനപരമായ പ്രതിച്ഛായയ്ക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന മാറ്റം വലിയ തിളക്കം നൽകുമെന്നതിലും തർക്കമില്ല. പ്രസംഗങ്ങളിലെ വാചാലത പ്രവർത്തിയിൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കേരളത്തിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മനസ്സ് ജയിക്കാൻ രാഹുലിന്റെ ഈ പെൺമനസ്സ് പ്രയോഗം സഹായിക്കുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും.